തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് PR അജിത അവതരിപ്പിച്ചു. കൃഷിക്കും സാമൂഹിക വികസനത്തിനും ഊന്നൽ നൽകുന്നതാണ് ബഡ്ജറ്റ്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ 33,91,1837 രൂപ വരവും 31,31,30,30,055 രൂപ ചെലവും 2,67,71,782 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR അജിത അവതരിപ്പിച്ചത്. ബജറ്റിൽ കൃഷിക്കും സാമൂഹ്യ വികസനത്തിനുമാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനും 5 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. അംഗൻവാടികളിൽ പോഷകാഹാരം നൽകുന്നതിനായി 50 ലക്ഷം രൂപയും അനുവദിച്ചു. പഞ്ചായത്തിനെ മുട്ട പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുന്നതിന് മൃഗസംരക്ഷണ മേഖലയെ ശക്തിപ്പെടുത്തും. കൂട് മത്സ്യകൃഷി പദ്ധതി നടപ്പാക്കും. കാർഷിക മേഖലയ്ക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും പാർപ്പിട പദ്ധതികൾക്കും വിവിധ ക്ഷേമ പദ്ധതികൾക്കും ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട്. സേവന മേഖല വികസനത്തിന് 23 കോടി, പശ്ചാത്തല മേഖല വികസനത്തിന് 5 കോടി, ഉൽപ്പാദന മേഖല വികസനത്തിന് 3 കോടി എന്നിങ്ങനെയാണ് ഫണ്ട് അനുവദിച്ചത്. നമ്മൾ 34 കോടി രൂപയാണ് നമ്മൾ വകയിരുത്തിയിരിക്കുന്നത്. അതിൽ നമുക്ക് ഏകദേശം 31 കോടി രൂപയുടെ ചെലവുണ്ട്. 3 കോടി രൂപയോളം നമുക്ക് മിച്ചമുള്ള ബഡ്ജറ്റാണ് നമ്മൾ ഇവിടെ നിലവിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയിരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും തിരുവമ്പാടിയുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾ ഊന്നൽ നൽകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ പൊതുവായിട്ട് തിരുവമ്പാടിയുടെ ഹൃദയം എന്ന രീതിയിൽ തിരുവമ്പാടി ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണവും അതുപോലെ തന്നെ സൗന്ദര്യവൽക്കരണവും ഒക്കെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പിന്നെ ആളുകളുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓപ്പൺ ജിമ്മുകൾ 2-3 ഓപ്പൺ ജിമ്മുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാർപ്പിടരഹിതമായ ആളുകൾക്ക് പാർപ്പിടം നൽകുന്നതിനുള്ള മറ്റ് സൗകര്യങ്ങളും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ട് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മനോജ് വാഴപ്പറമ്പിൽ, PA ഫിറോസ് ഖാൻ, ബിന്ദു ജോൺസൺ, പഞ്ചായത്ത് സെക്രട്ടറി ബൈജു തോമസ് എന്നിവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത തിരുവമ്പാടി.